നമസ്കാരം. ശബരിമല സ്ത്രീ പ്രവേശനം ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ കൂടി വലിയ പ്രചരണ വിഷയമാകാൻ പോകുന്നു. ഇന്ന് സുപ്രീം കോടതി ഇത് സംബന്ധിച്ച് അപ്പീലുകൾ പരിഗണിച്ച് അതിൻ്റെ സമയക്രമങ്ങൾ തുടർ പ്രവർത്തനങ്ങളുടെ സമയക്രമം നിശ്ചയിച്ചതോടുകൂടി ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇനിയൊരു കൂളിളക്കത്തിന് കൂടി സാഹചര്യം ഒരുക്കുകയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യം പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. 5 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഇന്ന് കോടതിയിൽ എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. കോടതിയിൽ അതിൻ്റെ നടപടിക്രമങ്ങളിൽ തന്നെ വലിയ ആകാംക്ഷ ഉണ്ട്. ഒരു ത്രില്ലർ സിനിമ പോലെ ഈ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ ഇനി ഉണ്ടാകുന്ന കോടതിയിലെ നടപടികൾ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ അതിനെ നേരിട്ടതും ഈ പിണറായി സർക്കാർ അതിനെ നേരിടാൻ പോകുന്നതുമായ ഇടവേളയിലെ വലിയ ചലനങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം ഒന്ന്, ആർത്തവ ശുദ്ധിയുടെ പേരിൽ അമ്പലത്തിൽ നിന്ന് സ്ത്രീകളെ വിലക്കണമെന്നുള്ള ചോദ്യം. അത് അടിസ്ഥാനപരമായ ചോദ്യം, പൗരാവകാശത്തിൻ്റെ പ്രാഥമികമായ ചോദ്യം. അതിനോട് ചേർത്ത് നിർത്തി അമ്പലങ്ങളിൽ ഈ തരത്തിൽ സ്ത്രീകളെ വിലക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പേരിൽ കേരളത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ സാധ്യത മുതലെടുക്കാൻ രംഗത്തിരിച്ച പ്രതിപക്ഷത്തിൻ്റെ ഇടപെടൽ കേരളത്തെ കലാപസമാനമായ സാഹചര്യത്തെ സൃഷ്ടിച്ച ഒരു ഇടവേള. അതിനുശേഷം CPM ഈ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ച് സർക്കാർ പലപ്പോഴും പല ഘട്ടങ്ങളിലും പിൻവാങ്ങുന്നത് നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതിനപ്പുറത്ത് ക്രമസമാധാനത്തെ കൈകാര്യം ചെയ്യാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. വലിയ നേതാക്കൾ പോലും തെരുവിലിറങ്ങി കലാപസമാനമായ സാഹചര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി CPM ഇതിലെന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ്, സർക്കാർ അതിലിനി എന്ത് നിലപാടെടുക്കുന്നുള്ളത്. അതിൽ തന്നെ ഈ കോടതിയുടെ ഇന്നത്തെ നടപടിയിൽ മാർച്ച് 14-നുള്ളിൽ സർക്കാരിൻ്റെ നിലപാട് അറിയിക്കണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും ത്രില്ലിംഗ് ആയ ഒരു എലമെൻറ്റ്. ത്രില്ലിംഗ് ഞാൻ പറഞ്ഞത് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ട്വിസ്റ്റ് അന്നാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് കോടതിയിൽ എന്താണ് നടന്നതെന്ന് നോക്കാം. 2018 വിധിക്കെതിരായ പുനഃപരിശോധന ഹർജികളിൽ പുതിയ 9 അംഗ ബെഞ്ച് വാദം കേൾക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങളായിരിക്കും നേരത്തെ ബെഞ്ച് തീരുമാനിച്ചതാണല്ലോ, ഇപ്പോഴെന്താ പുതിയ 9 അംഗ ബെഞ്ചെന്ന്. നേരത്തെ രൂപീകരിച്ച 9 അംഗ ബെഞ്ചിൽ ഇപ്പോൾ എല്ലാവരും റിട്ടയർ ആയിട്ടൊക്കെ പോയി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതിയ ബെഞ്ച് രൂപീകരിച്ചത്. വാദം കേൾക്കലടക്കമുള്ള തുടർ നടപടികളും ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള 3 അംഗ ബെഞ്ച് നിശ്ചയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടക്കമുള്ള ആളുകൾ മാർച്ച് 14-നകം നിലപാട് വ്യക്തമാക്കണം. ഇതാണ് ആദ്യത്തെ ഘട്ടം. വിശദമായ വാദം ഏപ്രിൽ 7-ന് തുടങ്ങും. പുനഃപരിശോധനാ ഹർജിക്കാരുടെയും അവരെ പിന്തുണക്കുന്നവരുടെയും വാദം ഏപ്രിൽ 7 മുതൽ 9 വരെ കേൾക്കും. എതിർക്കുന്നവരുടെ വാദങ്ങൾ ഏപ്രിൽ 14 മുതൽ 16 വരെ കേൾക്കും. അമിക്കസ് ക്യൂറിയായ K. പത്മനാഭൻ ഏപ്രിൽ 21-നകം സത്യവാങ്മൂലം സമർപ്പിക്കാം. ഏപ്രിൽ 22-ന് വാദം അവസാനിപ്പിക്കാനാണ് കോടതിയുടെ ശ്രമം. അതായത് ഇതിൽ ഏറ്റവും പ്രധാനം മാർച്ച് 14-ആണ്. മാർച്ച് 14-നുള്ളിൽ സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണം. ഈ നിലപാട് എന്ന് പറയുമ്പം സംസ്ഥാന സർക്കാർ നേരത്തെ ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആ സത്യവാങ്മൂലത്തിൽ അടിസ്ഥാന പ്രമാണമാക്കിയിരുന്നത് സ്ത്രീ അവകാശമാണ്. സ്ത്രീ തുല്യത, ഇക്വാലിറ്റി എന്ന ഭരണഘടനയിലെ ഏറ്റവും പ്രാഥമികമായ കാര്യമാണ്. പുരുഷനെ പോലെ സ്ത്രീക്കും അവിടെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശബരിമലയിൽ പ്രാർത്ഥിക്കാൻ തുല്യമായ അവകാശമുണ്ട് എന്നുള്ളതാണ്. ആ അവകാശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ വിധി നേരത്തെ വന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കലാപം ഉണ്ടായത്, കലാപ സമാന സാഹചര്യം ഉണ്ടായത്, ഇപ്പോൾ പുനഃപരിശോധനയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങിയത്. ഇവിടെ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഏപ്രിൽ 22-ന് വാദം അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇലക്ഷൻ്റെ ഏറ്റവും അവസാനമാണ്. മെയ് 20 ഇലക്ഷൻ്റെ ക്രൂഷ്യൽ ടൈമിലാണ് ഇതിൻ്റെ വാദവും അവസാനിപ്പിക്കുക. വിധി എപ്പോൾ പറയുന്നത് നമുക്കറിയില്ല. എന്തായാലും ഇത് സംബന്ധിച്ച നിലപാട്, വിധി പുനഃപരിശോധിക്കുന്നതിൽ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിലപാട് പ്രധാനമാണ്. പ്രതിപക്ഷത്തിൻ്റെ നിലപാട് പിന്നെ മാറാനൊന്നുമില്ല, അത് സമ്മർദ്ദമായി നമ്മുടെ മുമ്പിൽ നിൽക്കും. കേന്ദ്രത്തിൻ്റെ നിലപാട് ഇതുവരെ രാഷ്ട്രീയ ഉപയോഗം എന്നുള്ളത് മാത്രമായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. കേന്ദ്രം BJP സംസ്ഥാനത്ത് കഠിനമായ സമരം നടത്തുമ്പോൾ നമുക്കറിയാം RSS ഇതിന് അനുകൂലമായിരുന്നു. സ്ത്രീ തുല്യത, പ്രാർത്ഥന ഇടങ്ങളിൽ പിന്നെ ദേവാലയങ്ങളിൽ സ്ത്രീ തുല്യത വേണമെന്ന് വാദിച്ച് രംഗത്തെത്തിയ ആളുകളാണ്. വിധി വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതിനെ അംഗീകരിച്ച് സ്വാഗതം ചെയ്ത BJP നേതാക്കൾ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. രാഹുൽ ഗാന്ധി ഇതിനനുകൂലമായിരുന്നു. രാഹുൽ ഗാന്ധിയും പരസ്യമായി ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ 1-2 ദിവസം 2018 ഈ വിധി വന്ന് 2 ദിവസത്തിനകം എല്ലാം മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഇത്രയും വർഷം കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ തുഷാർ മേത്ത, സോളിസിറ്റർ ജനറൽ, കേന്ദ്രത്തിൻ്റെ നിലപാട് ഇന്ന് അറിയിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ വിധിക്ക് എതിരായ നിലപാടാണ് ഞങ്ങൾക്ക്, അപ്പീൽ വാദികളുടെ ഒപ്പമാണ് ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. 2016 സെപ്റ്റംബർ 28-ന് ശേഷം കേരളം എങ്ങനെ മാറി മറിഞ്ഞു എന്ന സാഹചര്യം കൂടി ആലോചിച്ചിട്ട്
ഈ വൻ തിരിച്ചടികൾ അതിനുശേഷം ഉണ്ടായതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ CPM ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ആകാംക്ഷ. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തേത് എതിരാളികളുടെ നിലപാടുകളാണ്. അതിൽ രണ്ടാമത്തേതായി നമുക്ക് പറയേണ്ടത് NSSൻ്റെ നിലപാടാണ്. NSS കടുത്ത എതിർ നിലപാടാണ് സ്വീകരിച്ചത്. പലപ്പോഴും ജി സുകുമാരൻ നായരുടെ നിലപാട് ഈ CPMൻ്റെയും സർക്കാരിൻ്റെ നിലപാടിനെതിരായി വന്ന് BJPയും കോൺഗ്രസ് ഒരുപോലെ എടുത്തു, സ്വീകരിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ തുടർ തെരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം തിരിച്ചടി ഉണ്ടാകും വിധത്തിലുള്ള പ്രചരണത്തിന് കാരണമായി. കഴിഞ്ഞ തുടർ ഭരണം കിട്ടുന്ന സാഹചര്യം ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിലുള്ള സംസ്ഥാന സർക്കാരിനൊപ്പമുള്ള നിലപാട് എന്നുള്ള നിലയിലായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിനെ ഒരുപക്ഷെ അങ്ങനെ തന്നെ ജനങ്ങൾ സ്വീകരിച്ചേക്കാം. എങ്കിൽ പോലും പൊതുമധ്യത്തിൽ വിചാരണയ്ക്ക് വിധേയമാക്കുന്ന വിധത്തിലേക്ക് സംസ്ഥാന സർക്കാരിനെ കൊണ്ടുപോയി. എന്നാൽ ഇപ്പോൾ NSS സംസ്ഥാന സർക്കാരിൻ്റെ അതിനുശേഷമുള്ള നടപടികളിൽ വിശ്വാസം പ്രകടിപ്പിച്ച് ഒപ്പം നിൽക്കുകയാണ്. ഇന്ന് ജി സുകുമാരൻ നായർ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ അവർ അതിന് വിധിക്ക് അനുകൂലമായി അത് നടപ്പാക്കി അടങ്ങും എന്നുള്ള നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. അവർ ആദ്യഘട്ടത്തിൽ കോടതി വിധി നിലവിലുണ്ടായിരുന്നപ്പോൾ സ്വീകരിച്ചവരാണ്. എന്നാൽ പിന്നീട് ഇത് അപ്പീൽ സ്വീകരിച്ചതിന് ശേഷം അവർ അത് നടപ്പാക്കുന്നില്ല. സ്റ്റേ ആണ് അവർ നടപ്പാക്കുന്നത്. അതുകൊണ്ട് CPMൻ്റെയും സർക്കാരിൻ്റെയും നിലപാട് ഇതുവരെ വിശ്വസനീയമാണ്. ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും എന്നാണ്, അങ്ങനെയുള്ളൊരു ധാരണയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്, NSS എത്തിയിട്ടുണ്ട് എന്നാണ് സുകുമാരൻ നായർ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഒപ്പം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിലെടുത്ത നിലപാടിനെ സംശയത്തോടെ അദ്ദേഹം കാണുകയും ചെയ്യുന്നുണ്ട്. അവർ ഇതുവരെ ഒരു നിലപാടെടുക്കാത്ത ആളാണ്. സുവർണാവസരങ്ങൾ അവർക്കുണ്ടായിരുന്നു ഇടപെടാൻ കേന്ദ്രത്തിന്, പക്ഷേ അന്നൊന്നും അവർ ഇടപെട്ടില്ല. ഇങ്ങനൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് അതിൽ നിന്നും മുതലെടുക്കുകയായിരുന്നു എന്നുള്ള ആരോപണത്തിനൊപ്പം നിൽക്കും മട്ടിലാണ് സുകുമാരൻ നായർ ഇതുവരെ പ്രതികരിച്ചിരുന്നത്. ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ തുഷാർ മേത്തയുടെ സുപ്രീം കോടതിയിലെ നിലപാടിനോട് അത്ര തുറന്ന മനസ്സോടെയല്ല അദ്ദേഹം പ്രതികരണം നടത്തുന്ന ഘട്ടത്തിൽ സമീപിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് SNDPയുടെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഇക്കാര്യത്തിൽ നിലപാട് സർക്കാരിന് മനസ്സ് മാറും എന്നുള്ള പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം യുവതീ പ്രവേശനം അനുവദിക്കാത്ത വിധി ഉണ്ടാകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സാഹചര്യം പ്രധാനമാണ്. നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ്. NSSും SNDPയും അടക്കമുള്ള ആളുകളെ അണിനിരത്തി. എന്നാൽ NSS അതിൽ സഹകരിച്ചിരുന്നില്ല. പിന്നീട് സർക്കാരുമായി NSS സഹകരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അയ്യപ്പ സംഗമത്തിലൊക്കെ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് എതിർക്കുന്ന ആളുകളുടെ പഴയ തീവ്രത സർക്കാരിനെതിരെ ഇല്ല എന്നുള്ള സാഹചര്യം. ആ സാഹചര്യത്തിന് കാരണം സർക്കാർ അതിനുശേഷം ആ കടുത്ത നിലപാട് സ്വീകരിച്ചില്ല. സുപ്രീം കോടതി വിധി തന്നെ രണ്ടാമതും നടപ്പാക്കാൻ ശ്രമിച്ചു. അത് കയറ്റണ്ട എന്നുള്ള വിധിയിലാണ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തേത് പ്രതിപക്ഷത്തിൻ്റെ നിലപാടാണ്. അതായത് രാഷ്ട്രീയ കക്ഷികളുടെ, കോൺഗ്രസിൻ്റേതടക്കമുള്ള UDFൻ്റെയും BJPയുടെ അടക്കമുള്ള NDAയുടെയും നിലപാടാണ്. VD സതീശൻ കനകോലു പ്രചരണ ഏറ്റെടുത്തതിന് ശേഷം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ആയുധമായി ഇതിനെ മാറ്റിയിരുന്നു കുറച്ച് നാളുകളായിട്ട്. ശബരിമല യുവതീ പ്രവേശനത്തിൽ എന്താണ് നിലപാട് എന്ന് വ്യക്തമാക്കാൻ സർക്കാരിനെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു കുരുക്കിലാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ കോടതി വിധി കൂടി വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സത്യവാങ്മൂലം നൽകാൻ തയ്യാറാകണം എന്നാണ് VD സതീശൻ പറയുന്നത്. അതിൽ സർക്കാരിൻ്റെ നിലവിലെ സത്യവാങ്മൂലം പിൻവലിക്കുക, തുടക്കത്തിലുള്ളത് പിൻവലിക്കുക, യുവതീ പ്രവേശനം എതിർത്തുകൊണ്ടുള്ള ഒരു സത്യവാങ്മൂലം നൽകുക എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഭരണത്തിലെത്തിയാൽ പുതുക്കിയ സത്യവാങ്മൂലം കൊടുക്കും എന്നാണ്. UDF നേരത്തെ തന്നെ ആർത്തവ അശുദ്ധി വാദത്തിനൊപ്പമാണ് നിലകൊണ്ടിരുന്നത്. VD സതീശൻ അടക്കമുള്ള ആളുകൾ ഉറപ്പായും അത് നടപ്പാക്കണം, ഈ ആർത്തവ അശുദ്ധിയുടെ പേരിൽ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച ആളുകളാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ നിലപാടെടുക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് സമ്മർദ്ദമുണ്ടാക്കുന്ന രീതിയിൽ പ്രതിപക്ഷം പോകുന്നുണ്ട്. BJPയും ഈ സമാനമായ നിലയിലാണ്. ഇപ്പോൾ BJPയുടെ കേന്ദ്ര നിലപാട് കൂടി വന്ന സ്ഥിതിക്ക് അവർ കോടതിയിലെ നിലപാട് ചൂണ്ടിക്കാണിച്ച് രംഗത്തിറങ്ങും എന്നുറപ്പാണ്. ഇനി നാലാമത്തേത് CPMൻ്റെയും സർക്കാരിൻ്റെയും നിലപാടാണ്. അപ്രതീക്ഷിതമായിട്ടാണ് സർക്കാരിനെ സംബന്ധിച്ച് ശബരിമല യുവതീ പ്രവേശനം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കടമ്പയായി മുന്നിൽ രൂപം കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ അതിനെ ഒരവസരമാക്കി മാറ്റാൻ ഈ സർക്കാർ, LDF സർക്കാർ മുന്നോട്ട് ആലോചിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ചെയ്യാനുള്ളത് ചെയ്തു എന്നാണ് അവരുടെ വാദം. അതായത് വിധി വന്നു, സ്ത്രീകൾക്ക് അനുകൂലമായ വിധി വന്നു, അത് നടപ്പാക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക സംഘടനകളുടെ ചിലതും നേതൃത്വം നൽകി പരാജയപ്പെടുത്തി. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യമുണ്ട് എന്നാണ് നേതൃത്വത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും അവരുടേതായ നിലപാടായി മനസ്സിലാക്കേണ്ടത്. കയറ്റാൻ പറഞ്ഞപ്പോൾ കയറ്റി, കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റിയില്ല എന്നാണ് ഇപ്പോൾ MV ഗോവിന്ദ മാഷ് പറഞ്ഞത്. P രാജീവും അവസരം അനുസരിച്ച് ഏറ്റവും യുക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് നിയമമന്ത്രിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പുതിയ സത്യവാങ്മൂലം പുതിയ സാഹചര്യത്തെ മുൻനിർത്തി ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതോടൊപ്പം അവർക്ക് ഈ കാര്യത്തിൽ നിലപാടെടുക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നേരത്തെ ഉള്ള നിലപാടിൽ നിന്ന് മാറുമ്പോൾ
അത്ര കഠിനമായ വിചാരണയ്ക്ക് പൊതുമധ്യത്തിൽ ഇടയാക്കപ്പെടില്ല എന്നുള്ള കാരണത്തിന് മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തവാശുദ്ധിയുടെ പേരിൽ ക്ഷേത്രപ്രവേശനം നിഷേധിക്കുന്നതിനെതിരായ വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി നിലകൊണ്ട വലിയ ബുദ്ധിജീവികളൊക്കെ ചിന്തകരൊക്കെ ഇപ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ആർത്തവാശുദ്ധിവാദക്കാരായ കോൺഗ്രസിനോ BJPക്കോ ഒപ്പമാണ് അവരിപ്പോൾ ഉള്ളത്. യുവതീ പ്രവേശനത്തിനായി രംഗത്തിറങ്ങിയ പ്രധാനപ്പെട്ട പലരുടെയും സ്ഥിതി ഇതാണ്. ദളിത് ചിന്തകൻ സണ്ണി എം കബിക്കാടൻ്റെ കാര്യം മാത്രം നോക്കുക. അദ്ദേഹം യുവതീ പ്രവേശനത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം കോൺഗ്രസിനൊപ്പമാണ്. വൈക്കത്ത് സ്ഥാനാർത്ഥിയാകും എന്ന ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. തീരുമാനം ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ സർക്കാരിന് CPMനെതിരായ പതിവ് എതിർപ്പുകൾക്കപ്പുറം മറ്റൊരു പ്രതിസന്ധി ഉണ്ടാകില്ല എന്നതാണ് ഒരു യുക്തിസഹമായ വാദം. മാത്രമല്ല, സുപ്രീം കോടതിയിൽ പഴയതുപോലെ ശക്തമായ പിന്തുണ നിലപാടെടുത്താൽ പിന്തുണക്കാൻ ആരും ഉണ്ടാകില്ല, സർക്കാർ പെരുവഴിയിലാകും, വിചാരണ ചെയ്യപ്പെടും എന്ന് അവർക്ക് ഉറപ്പാണ്. അത്തരം വാദം ഉയർത്തിയാൽ, ഇപ്പോൾ യുവതീ പ്രവേശനം വേണം എന്നൊരു വാദം നിർബന്ധമായി ഉയർത്തിയാൽ അതിനൊപ്പം സർക്കാരിന് പിന്തുണയോടെ നിൽക്കേണ്ട ആളുകളൊക്കെ എതിർ പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ എതിർ കക്ഷികളുടെ എതിർവാദക്കാരുടെ ഒക്കെ ഒപ്പം അണിനിരന്ന് കഴിഞ്ഞു. അവർ ഇതിനെയും സർക്കാരിന് എതിരായൊരു സാധനമാക്കി മാറ്റി പ്രചരിപ്പിക്കുമെന്നുള്ള ധാരണ CPMനും LDFനും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് സമൂഹത്തിന് ഗുണമൊന്നുമില്ല. നമുക്ക് നിലവിലെ സാഹചര്യത്തെ ക്രമസമാധാന പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കും വിധത്തിലുള്ളൊരു നിലപാടെടുക്കാം എന്നായിരിക്കാം CPM നിലപാടെടുക്കുക. അതുകൊണ്ട് പൊതുമധ്യത്തിലെ ചർച്ച CPMന് പുതിയ സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ CPMൻ്റെ പുരോഗമനം പോയി, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ഇടതുപക്ഷം അവരല്ല എന്ന VD സതീശൻ്റെ ഞങ്ങളാണ് എന്ന വാദം വീണ്ടും ഉയർത്തും. ആർത്തവാശുദ്ധിവാദം നടപ്പാക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് VD സതീശൻ വീണ്ടും വാദിക്കും. സ്വാഭാവികമായിട്ട് ചാനൽ ചർച്ചകൾ വരും. CPM സർക്കാർ പ്രതിക്കൂട്ടിലാക്കപ്പെടും, വിചാരണ ചെയ്യപ്പെടും എന്നൊക്കെ ഉറപ്പാണ്. ഇനിയല്ല നേരത്തെ നിലപാടാണ് എന്തിനാണ് ഇവർ സമൂഹത്തെ നശിപ്പിക്കുന്നതെന്ന് ചോദിച്ചുള്ള ചർച്ചയ്ക്കും സ്കോപ്പുണ്ട്. ഇതാണ് ഇനി വരാനിരിക്കുന്ന ചർച്ചകളുടെ ഒരു സ്വഭാവം. ആത്യന്തികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതായി മാറുകയാണ്. CPMനെ സംബന്ധിച്ച് വികസനം ചർച്ചയാക്കാനുള്ള അതികഠിനമായ ശ്രമങ്ങൾ അവർ നടത്തുകയാണ്. സ്കൂള്, ആരോഗ്യം, ആശുപത്രി, വികസനം, ക്ഷേമം, പെൻഷൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും ഏശാത്ത വിധം കനകോലു തിയറികൾ ഇങ്ങനെ ഡെയിലി അടിക്കുകയാണ്. ആ തിയറികൾ പലതും പൊളിഞ്ഞു പോകുന്നുണ്ടെങ്കിലും ആ പൊളിഞ്ഞു പോകുന്ന തിയറി ഒന്നും കൂടി ചർച്ച ചെയ്യാൻ പറ്റാത്ത വിധം പുതിയ പുതിയ വിഷയങ്ങൾ വരികയാണ്. അവിടേക്കാണ് ഏറ്റവും ഒടുവിൽ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കാവുന്ന രീതിയിൽ ഈ ശബരിമല പ്രശ്നം സുപ്രീം കോടതിയിൽ വരുന്നത്. സ്വാഭാവികമായിട്ട് ഉറപ്പായിട്ടും അത് വരും ദിവസങ്ങളിൽ ചർച്ചയാക്കപ്പെടും. മാർച്ച് 14 സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിക്കേണ്ടി വരും. സർക്കാർ ഇതിനെ ഒരു സുവർണാവസരമാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുമോ? അവർ ഈ കാര്യത്തിൽ സത്യവാങ്മൂലത്തിൽ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ എതിരാളികളെ കുരുക്കിലാക്കും വിധത്തിൽ ഒരു നിലപാട് സത്യവാങ്മൂലത്തിൽ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഒരു ആകാംക്ഷ. NSSൻ്റെ നിലപാട് സുകുമാരൻ നായർ പറയുമ്പോൾ അതിൻ്റെ സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ആ മട്ടിൽ പ്രചരണ വിഷയമാക്കാൻ കഴിയാത്ത വിധം പ്രതിപക്ഷത്തെ കൊണ്ടെത്തിക്കും എന്നുള്ളത് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ വ്യക്തമാണ്. നമുക്ക് വരുന്ന നാളുകളിൽ എങ്ങനെയൊക്കെയാണ് ഇത് എത്തപ്പെടുക എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.